നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ല അടിപൊളി ഫ്ലവർ ആട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ഒടിഞ്ഞു പോകും. അതേപോലെ ഈ പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടിഷ്യൂ പേപ്പറല്ലേ, എടുത്ത് കളയാനല്ലേ പറ്റൂ. അപ്പം നമുക്കതൊക്കെ പരിഹരിക്കാനുള്ള ഒരു സൂത്രം കൂടി ഉണ്ട് കേട്ടോ. അതുകൂടാതെ ഈ ഫ്ലവേഴ്സിനൊക്കെ നമുക്ക് നല്ല അടിപൊളി കളർഫുൾ ഫ്ലവേഴ്സ് ആക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കൂലേ. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ അത് ഏത് തരം ടിഷ്യൂ ആയാലും എടുക്കാം. പിന്നെ വേണ്ടത് വൈറ്റ് ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോളാണ്. നമുക്കിനി ആദ്യം തന്നെ ടിഷ്യൂ പേപ്പറിനെ അതിൻ്റെ എൻഡിലേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കി കൊടുക്കുമ്പോൾ അതിലാദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മടക്കി കൊടുക്കണേ. അതിനെ വീണ്ടും മടക്കി കൊടുക്കുന്നുണ്ട്. അതും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മടക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്ര വീതിയിലുള്ള ഫ്ലവറാണ് വേണ്ടത് അതുവരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് അപ്ലൈ ചെയ്താൽ മതിയേ. ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ വേഗം ഒട്ടിക്കോളും. അപ്പോൾ കുറച്ച് ഗ്ലൂ മതി കേട്ടോ. പിന്നെ നമുക്ക് ഏത് സൈസിലുള്ള ഫ്ലവറാണോ വേണ്ടത് അതിനനുസരിച്ച് ടിഷ്യൂ ഫോൾഡ് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ അറ്റത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണേ. അതൊരു ട്രയാങ്കിൾ ഷേപ്പിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ആദ്യം അപ്ലൈ ചെയ്തിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന കമ്പി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊന്ന് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ ആക്കി വെച്ചിട്ടില്ലേ, അവിടെ ഈ കമ്പി വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യരുത്. ടിഷ്യൂ അല്ലേ, കുറച്ച് ലൂസ് ആക്കിയിട്ടാട്ടോ റോൾ ചെയ്തെടുക്കേണ്ടത്. റോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല ലെയേഴ്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അധികം ടൈറ്റായിട്ട് റോൾ ചെയ്തതെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡിങ് ഉണ്ടല്ലോ, അത് ഞാൻ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബാക്കിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫ്ലവേഴ്സ് ആയില്ലേ, നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒന്നുകൂടി കാണിക്കാം കേട്ടോ. ഫസ്റ്റ് ടിഷ്യൂ ഒന്ന് മടക്കി കൊടുക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മടക്കി കൊടുക്കുക, അത് പിന്നെയും മടക്കി കൊടുക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മടക്കി കൊടുക്കുക. അങ്ങനെ 3-4 മടക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈസിനെക്കാട്ടും വലിയ ഫ്ലവേഴ്സാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട്. ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഈ കുറച്ച് ഫ്ലവേഴ്സ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊക്കെ നമുക്കൊന്ന് കളറ് ആക്കിയെടുക്കണം. അതേപോലെ നമുക്ക് പൊടിയൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതും കൂടി കാണിക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ക്യാൻഡിലാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ക്യാൻഡിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനിയൊന്ന് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്രയോൺസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ലേ. അപ്പോൾ ഇതാ നല്ല അടിപൊളി റെഡ് കളറാക്കിയിട്ടാട്ടോ ഞാൻ എടുത്തത്. റെഡ് ക്രയോണാണ് ആഡ് ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളി റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അധികം ചൂട് തണിയാളത്തെ തന്നെ നമുക്ക് ഈ ഫ്ലവേഴ്സിന് ഇതിലൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് മുക്കിയെടുത്തിട്ട് അധികം അങ്ങനെ മുക്കി വെക്കരുത്, ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ടൂത്ത് പിക്കില്ലേ ആ ലെയേഴ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയെടുക്കുക. പിന്നെ അധികം കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ മെഴുകല്ലേ, നമ്മൾ അതൊക്കെ ഒട്ടിയിട്ട് പോകും കേട്ടോ. പിന്നെ നമുക്ക് ലെയേഴ്സ് ഒന്നും ആക്കി എടുക്കാൻ പറ്റില്ലേ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അത് ലെയേഴ്സ് ആക്കി എടുക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈസി അല്ലേ. ഈ മെഴുകായതുകൊണ്ട് തന്നെ നമുക്കതിനെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ അത് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ പൊട്ടിക്കാൻ നോക്കിയാലും പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. അപ്പോൾ അടിപൊളി ഗ്ലേസിങ് ഉള്ളൊരു ഫ്ലവേഴ്സും കൂടി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ കമ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഗ്രീൻ ടാപ്പും കൂടി ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കുന്നതും അതേപോലെ ഡബിൾ ബോയിൽ ചെയ്യുന്ന ഭാഗവും വീഡിയോസും എന്നോട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ലീഫുകളൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം, നമ്മുടെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നമുക്ക് ഈ ലീഫ് ഒന്ന് സെറ്റാക്കി എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ലീഫൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ സെറ്റാക്കി എടുക്കേ. പിന്നെ ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ബഡ്സും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഡബിൾ ബോയിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല രസമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്തുള്ള ലീഫൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഞാനിതപ്പോൾ സൈക്കിളിൻ്റെ ബാക്കിലാണ് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തെടുക്കുകയാണേ.
അറേഞ്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതാ ഞാൻ ഈ സൈക്കിളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലീഫൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പേപ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ പേപ്പേഴ്സ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂലേ, എളുപ്പമല്ലേ ചെയ്തെടുക്കാൻ. ഈ ഫ്ലവേഴ്സ് ഒന്നും ആയിട്ടില്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ആയിട്ടില്ല, നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് ആക്കി എടുക്കാൻ പറ്റും. നല്ല നല്ല ക്രയോൺസ്, നല്ല കളർ എടുത്തിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കായാലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഡബിൾ ബോയിൽ ചെയ്യുന്നത് മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂലേ. പിന്നെ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കണ്ട് നോക്കണേ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ. ഇന്ന് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് അടിപൊളി ഫ്ലവർ ഉണ്ടാക്കിയാലോ കൂടി ഉണ്ട് കേട്ടോ. അതുകൂടാതെ ഈ ഫ്ലവേഴ്സിനൊക്കെ നമുക്ക് നല്ല അടിപൊളി കളർഫുൾ ഫ്ലവേഴ്സ് ആക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കൂലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതേപോലെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.